ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്വദേശി ടിപ്സ് എന്ന വീഡിയോ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പരമ്പരയിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര സാധനമായ അപ്പത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വെള്ളയപ്പം എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പം എന്നുള്ള ഭക്ഷണ സാധനം വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന അപ്പത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ അത് നല്ല മൊരിഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതിലും അതിൻ്റെ മയവും അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മണവും അതെല്ലാം മലയാളികൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം രുചികരമാകണമെന്നുണ്ട് എങ്കിൽ അതിന് നല്ല മയമുണ്ടാകണം, അത് നന്നായിട്ട് മൊരിഞ്ഞതായിരിക്കണം, അതോടൊപ്പം തന്നെ അതിന് നല്ല രുചിയും ഉണ്ടാകണം, അത് കണക്കിന് പൊളിച്ച് പതഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യണം. അതിലുപരിയായിട്ട് അതുണ്ടാക്കുന്ന സമയത്തെ മണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കണമെന്നുണ്ട് എങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് പൊളിപ്പിക്കുന്നതിനുള്ള നമ്മുടെ വീട്ടമ്മമാരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. സാധാരണഗതിയിൽ അപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് പൊളിപ്പിച്ചെടുക്കുന്നതിന് നമ്മുടെ വീട്ടമ്മമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി, ഒന്നുകിൽ അവർ കള്ള് ഉപയോഗിക്കും, നമ്മുടെ പനയുടെ അല്ലെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന കള്ള് ഉപയോഗിക്കും, അതല്ല എങ്കിൽ സോഡാക്കാരം അപ്പത്തിലേക്ക് ചേർക്കും. അപ്പോൾ സോഡാക്കാരം അപ്പമാവിലേക്ക് ചേർക്കുമ്പോൾ, പൊളിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം അത് രാസപദാർത്ഥമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വയറിന് അത്ര നല്ലതുമല്ല. മൂന്നാമതായിട്ട് ചിലർ സ്വീകരിക്കുന്ന രീതി തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് പൊളിപ്പിക്കുന്ന രീതിയാണ്. അതും അത്ര പെർഫെക്ഷനുള്ള രീതിയാണ് എന്ന് പറയാൻ പറ്റില്ല. നാലാമത്തെ രീതി ഈസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഈസ്റ്റ് ഉപയോഗിച്ച് ഈസ്റ്റ് ലായനി ഉണ്ടാക്കി അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് ഉണ്ടാക്കുന്ന രീതിയാണ് ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും രുചികരമായ, ഏറ്റവും നല്ല രീതി. ഈസ്റ്റ് എന്ന സാധനം ഫംഗസാണ്, അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന അണുക്കളാണ്. അതുകൊണ്ട് തന്നെ അത് വയറിന് യാതൊരു കുഴപ്പവും ഉണ്ടാക്കുന്നില്ല, തികച്ചും സുരക്ഷിതമാണ്. ഈസ്റ്റ് ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി, ആ ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റ് ലായനി ഉണ്ടാക്കുന്നതിന് അറിയാമായിരിക്കണം. ഈസ്റ്റ് ലായനി ഉണ്ടാക്കണമെന്നുണ്ട് എങ്കിൽ എത്ര ഈസ്റ്റ് എടുക്കണം, അതിലെത്ര വെള്ളം ചേർക്കണം, എത്ര പഞ്ചസാര ചേർക്കണം, അത് ഏത് രീതിയിൽ തയ്യാറാക്കണം, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അപ്പം രുചികരമായിട്ട്, മയമുള്ളതായിട്ട്, മൊരിഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഒരു പേടി സ്വപ്നമാണ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ ഇരിക്കും, നാളത്തെ അപ്പം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ അത് പൊരിഞ്ഞു കിട്ടിയില്ല, ചിലപ്പോഴത് മയമുള്ളതായിരിക്കില്ല, ചിലപ്പോഴത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരികയില്ല. അത് ഉണ്ടാക്കുന്ന സമയത്ത് മണത്തിൽ നിന്ന് തന്നെ, എല്ലാവരെയും കൊതിപ്പിക്കുന്ന മണത്തിൽ നിന്ന് തന്നെ അപ്പത്തിൻ്റെ രീതി, അപ്പത്തിൻ്റെ രുചി എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് അരയ്ക്കുന്ന സമയത്ത് മാവിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നൊരു പരിപാടിയാണ്. ഈസ്റ്റ് കൂടി ഇട്ട് അരച്ചിങ്ങെടുക്കും. അതല്ല എങ്കിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, അത് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ലായനി തയ്യാറാക്കണം. അപ്പോൾ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് ലയിപ്പിച്ചെടുത്ത് ഉണ്ടാക്കുന്ന രീതി. അതല്ല എങ്കിൽ ചിലർ മനസ്സിലാക്കിയ രീതി ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഉണ്ടാക്കാവൂ എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറു ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് ലയിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. ഈ രീതികളൊന്നും
പെർഫെക്ഷനുള്ള രീതിയായിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിന് പറ്റില്ല. പെർഫെക്ഷനുള്ള രീതിയിൽ അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ലായനി ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, അതിന് എത്ര അളവുണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവരുണ്ടാക്കുന്ന അപ്പത്തിന് നല്ല രുചിയും നല്ല മയവും നല്ല മൊരിഞ്ഞതും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്തെ കൊതിപ്പിക്കുന്ന മണവും ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പം രുചികരമായിട്ടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈസ്റ്റ് ലായനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കണം. ഈസ്റ്റ് ലായനി ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതറിയാൻ പാടില്ലാത്തവരെല്ലാം കഴിഞ്ഞ എപ്പിസോഡ് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റ് ലായനി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യവും അത് എപ്പോൾ മാവിലേക്ക് ചേർക്കണമെന്നുള്ള കാര്യവും ആ വീഡിയോ ഒന്ന് കണ്ടുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണഗതി അതിൻ്റെ അളവിൻ്റെ കാര്യം ഞാൻ ഏകദേശം ഒരു സൂചന നൽകാം. 1 കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് ചേർക്കേണ്ട ഈസ്റ്റിൻ്റെ അളവ് 5 ഗ്രാമാണ്. അത് വെറുതെ ചേർത്താൽ പോരാ, ഈസ്റ്റ് ലായനി ഉണ്ടാക്കി അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരിമാവ് തയ്യാറാക്കുന്നു, അരി അരച്ച് അരിമാവ് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ അകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നത് അത് മൂപ്പ് കൂടിയ തേങ്ങ ആയിരിക്കരുത്, അല്പം ഇളവൻ തേങ്ങ ആകുന്നതാണ് കൂടുതൽ ഉത്തമം. അതിനുശേഷം അവസാനമാണ് ഈസ്റ്റ് ലായനി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നത്, ഇതുവരെ ഈസ്റ്റ് ലായനി ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ വൈകിട്ട് അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി വെക്കുന്ന സമയത്ത് സാധാരണ വെക്കുന്ന പാത്രത്തിൽ വെക്കുന്നതിന് ഒരല്പം കൂടി വലുപ്പമുള്ള പാത്രത്തിലേക്ക് വയ്ക്കുകയോ അതല്ലെങ്കിൽ സാധാരണ തയ്യാറാക്കുന്ന പാത്രത്തിൽ വെച്ച് അതിനടിയിൽ ഒരു പരന്ന പാത്രം കൂടി വെച്ച് അരിമാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി അപ്പത്തിൻ്റെ മാവ് പുളിപ്പിക്കുന്നതിന് വേണ്ടി വെക്കുകയാണ് ഉത്തമം. കാരണം ഇപ്പോൾ ഈസ്റ്റ് ലായനി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈസ്റ്റിൻ്റെ പുളിപ്പിക്കുന്ന പ്രവർത്തനം വളരെ ശക്തമായിട്ട് അപ്പം ഉണ്ടാക്കുന്ന മാവിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാത്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ പാത്രത്തിൽ വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് പലപ്പോഴും പാത്രം കവിഞ്ഞു പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. കാരണം നമുക്ക് ഈസ്റ്റ് ലായനി ശരിയായ രീതി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം പുളിപ്പിക്കൽ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ അല്പം നേരത്തെ എണീറ്റ് അപ്പത്തിൻ്റെ മാവിൻ്റെ പുളിപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പലപ്പോഴും നമ്മൾ ഈസ്റ്റ് ലായനി ശരിയായ രീതിയിൽ തയ്യാറാക്കി വയ്ക്കുന്ന സമയത്ത് അത് കൃത്യസമയത്ത് തന്നെ അതിൻ്റെ പുളിപ്പിക്കൽ പ്രവർത്തനം പൂർണ്ണമാകുന്നുണ്ട്. കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിൽ പുളിപ്പ് കൂടുതലാകും. അങ്ങനെ പുളിപ്പ് കൂടുതലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റ് മാവിൻ്റെ പുളിപ്പ് ഒന്ന് നോക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആൾക്കാർ, ശരിയായ രീതിയിൽ ഈസ്റ്റ് ലായനി തയ്യാറാക്കി അപ്പം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാക്കുന്ന അപ്പം വളരെ രുചികരമായിരിക്കും, വളരെ മയമുള്ളതായിരിക്കും, വളരെ മൊരിഞ്ഞു കിട്ടുന്ന അപ്പമായിരിക്കും. അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മണം ആരെയും കൊതിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഈസ്റ്റ് ലായനി എങ്ങനെ തയ്യാറാക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഈസ്റ്റ് ലായനി തന്നെ തയ്യാറാക്കി അപ്പം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഫെർമെൻറ്റേഷൻ നടത്തി ഉണ്ടാക്കുന്ന മറ്റൊരു സാധനമായ വൈന്, അങ്ങനെ ഉണ്ടാക്കുന്ന വൈനും
ഫെർമെൻറ്റേഷന് വേണ്ടി ഈസ്റ്റ് ലായനി തന്നെയാണ് തയ്യാറാക്കുന്നത്. വൈൻ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോകൾ ഈസ്റ്റ് ലായനി എങ്ങനെ തയ്യാറാക്കുമെന്നുള്ള ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ലായനി ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അപ്പത്തിൻ്റെ രുചി, അപ്പത്തിൻ്റെ മയമ, അപ്പത്തിൻ്റെ പുളിപ്പിക്കൽ പ്രവർത്തനം, അപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന സമയത്തെ മണം, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴും മെഡിസിനൽ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന, മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന പോഷക സമ്പന്നമായ സാധനങ്ങൾ, വൈൻ വീട്ടിലെ നമ്മൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പോഷക സമ്പന്നമായിട്ടുള്ള സാധനമാണ് ഫാമിലി ഹെൽത്ത് ടോൺ അല്ലെങ്കിൽ ടോണിക് എന്നാണ് ഔഷധ ഗുണങ്ങൾ സമ്പന്നമായ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈനിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൈനുകളിൽ എല്ലായ്പ്പോഴും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്ന, മരുന്നുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ചക്കയുടെ വൈനാണ്. രണ്ടാമത്തേത് പുളിഞ്ചിക്കയുടെ വൈനാണ് അല്ലെങ്കിൽ ഇലിമ്പിക്കയുടെ വൈനാണ്. മൂന്നാമത്തെ ജാതിക്കയുടെ പുറത്തോട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വൈനാണ്. അതേക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്നും ഇത് മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വീഡിയോയിലുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അമർത്തുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോകൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അറിയിപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിലൂടെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഈസ്റ്റ് ലായനി ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന അപ്പം മറ്റേത് സാധനം ഉപയോഗിച്ചുണ്ടാക്കുന്ന അപ്പത്തിനേക്കാൾ കൂടുതൽ രുചികരമായിരിക്കും, കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും, കൂടുതൽ മയമുള്ളതായിരിക്കും, കൂടുതൽ മൊരിഞ്ഞതായിരിക്കും. പുളിപ്പിക്കൽ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന സമയത്ത് മണം ആരെയും ഇഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.